റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെറുപ്പം മുതലേ അള്ളാഹുവിന് പ്രത്യേക സംരക്ഷണവും വിവിധ കാര്യങ്ങളിൽ സ്വഭാവ രംഗത്തായിരുന്നാലും ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നായാലും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന് പ്രത്യേക സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതോടൊപ്പം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദീനിൻ്റെ വിഷയത്തിൽ നമ്മൾ അപ്രമാദിത്വം കൽപ്പിച്ചുകൂടാ എന്നതാണ്. ദീനിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൂടാ എന്ന് പറയുമ്പോൾ റസൂൽ പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നത് നമുക്കൊരു തർക്കവുമില്ല. എന്നാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഗൈബ് അറിയാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നിലക്ക് ദീനിലൊരു അഭിപ്രായം പറയും. സ്വന്തം നിലക്ക് അള്ളാഹുവിൻ്റെ വഹിയില്ലാതെ ഈ സ്വന്തമായി ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുക, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപ്രമാദിത്വമുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. റസൂൽ പറഞ്ഞത് എന്തോ അത് ദീനാണ്. പക്ഷെ ആ അടിസ്ഥാനം അള്ളാഹു റസൂലിന് അവതരിപ്പിച്ചു കൊടുത്തതിൻ്റെ മേലാണ് എന്ന് മാത്രം. വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്, ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത്. അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർവഹിച്ചു എന്നതാണ്. സ്വന്തം ജീവനെ അപകടപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അറിയുന്നത് വഹി വന്നപ്പോഴാണ്. അതിനു മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുതയുണ്ട് എന്നറിയാമല്ലാതെ കൊല്ലാൻ അവർ ഈ പ്ലാൻ ഇട്ടു എന്നും അത്രത്തോളം കാര്യങ്ങൾ എത്തി എന്നും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നത്. എന്നിട്ടാണ് ഹിജ്റ പോകേണ്ട കൽപ്പനയൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയായി അവതരിപ്പിച്ചു കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിക്ക് പോലും അള്ളാഹുവിൻ്റെ വഹിയില്ലാതെ അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ ഗൈബിയായ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല എന്നതുകൂടി ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ പോയതാണ്. രാത്രി നേരെ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലെ മറ്റൊരു വാതിൽ വഴി ഇറങ്ങി മരുഭൂമിയിലേക്ക് പോയി അങ്ങോ യാത്ര തിരിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ പുറത്തിറങ്ങുന്ന വാതിൽ കൂടിയല്ല, റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലെ മറ്റൊരു വാതിൽ വഴി രാത്രി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ ആരംഭിച്ചു. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് രാത്രിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് അവർ യാത്ര തിരിക്കുകയുണ്ടായി. ഇതിനു മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തുമ്പോൾ ആ 2 ഒട്ടകങ്ങൾ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ 2 ഒട്ടകങ്ങൾ തയ്യാറാക്കിയ രൂപമൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് പോവുക എന്നത് പ്രവാചകനെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ ഒരു ഹദീസുകളിലൂടെയൊക്കെ പിൽക്കാലത്ത് ആ തൻ്റെ വേദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 13 കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വഹി വരുന്ന സന്ദർഭത്തിൽ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകമാണ് ഇന്ന് സത്യമായി വന്നിരിക്കുന്നത്. വറഖത്ത് ബിൻ നൗഫൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ലൈതനി അകൂനു ഹയ്യൻ, എനിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് യുഖ്രിജുക ഖൗമുക, നിന്റെ സമൂഹം നിന്നെ ആട്ടിപ്പുറത്താക്കുമ്പോൾ എനിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തനെ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടിയാണ് വറഖത്തിനോട് ചോദിക്കുന്നത്, അവ മുഖ്രിജിയവും, എൻ്റെ നാട്ടുകാർ ഹജറുൽ അസ്വദിൻ്റെ വിഷയത്തിൽ എന്നെ മധ്യസ്ഥനാക്കിയ ആളുകൾക്ക് വിശ്വസ്തയോടുകൂടി അവരുടെ സൂക്ഷിപ്പ് മുതലുകൾ ഏൽപ്പിക്കുന്ന അൽ അമീൻ എന്ന് വിളിക്കുന്ന, എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ നാട്ടുകാരനെ പുറത്താക്കുമോ? അവ മുഖ്രിജിയഹും, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നെ അവർ പുറത്താക്കുമോ? അതാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ആ ഹിജ്റയാണ്. അത്ര അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തി എന്നാണ്. അന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു,
ഞാനെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അൻസുറുക നസ്റൻ മുഅസ്സറ, എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ എന്തൊക്കെയാണോ ആ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ വറഖത്ത് ബിൻ നൗഫലിൻ്റെ ആ വാചകങ്ങൾ കഴിഞ്ഞിട്ട് 13 കൊല്ലം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ ചെയ്യേണ്ടി വന്നു. പിന്നീട് ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന സന്ദർഭത്തിൽ മക്കയിലെ ഹസൂറ എന്ന് പറയുന്ന സ്ഥലം, ഹറമിൻ്റെ അടുത്ത് തന്നെയുള്ള സഈ ചെയ്യുന്നതിനടുത്തുള്ളൊരു സ്ഥലത്തിന് പറയുന്ന പേരാണ് ഹസൂറ. ആ സ്ഥലത്ത് വെച്ച് അബ്ദുല്ലാഹി ബിൻ അദി എന്ന് പറയുന്ന സ്വഹാബി ഉദ്ധരിക്കുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ആ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് പ്രകടിപ്പിക്കുന്ന സംഭവമാണിത്. ഹസൂറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിന്നുകൊണ്ട് പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് സ്വഹാബി ഉദ്ധരിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ അദി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ്, അള്ളാഹുവാണ് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഖൈറായ ഒരു ഭൂപ്രദേശമാണ് മക്ക. നീ മക്കയെ അഭിസംബോധന ചെയ്താണ് പറയുന്നത്. വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ് വ അഹബ്ബു അർദില്ലാഹി ഇലൈ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ്, മക്കയെയാണ്. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി, ഞാൻ ഇവിടെയുള്ള ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ, ഞാൻ പുറത്താക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ മാ ഖറജ്തു, ഞാൻ ഒരിക്കലും മക്കയിൽ നിന്ന് പുറത്തു പോകില്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ പല രൂപത്തിലും ഈ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല അത്യബു അർദില്ല, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല പ്രദേശങ്ങളിൽപ്പെട്ടതാണ്, തയ്യിബായ പ്രദേശങ്ങളിൽപ്പെട്ടതാണ് മക്ക. അങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന നിർബന്ധിത അവസ്ഥ ഉണ്ടായപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്തു പോയത്. അത്രത്തോളം സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയോടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ രാജ്യസ്നേഹത്തിൻ്റെ തെളിവുകളായി ഹദീസുകൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ലൈഫോ അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാക്കിയ വ്യാജനിർമ്മിതമായ ഹദീസുകളൊക്കെ ഉദ്ധരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് എന്നതൊക്കെ അതൊന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളല്ല. അതിനർത്ഥം രാജ്യസ്നേഹം ഒരു മുഅ്മിനിന് ഉണ്ടാകാൻ പാടില്ല എന്നല്ല. നേരെ മറിച്ച് ഇത്തരം ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ തന്നെ ഒരാൾക്ക് സ്വന്തം നാടിനോടും ജനിച്ചു വളർന്ന പ്രദേശത്തോടുമുള്ള സ്നേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മക്കയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട് എന്ന നിലക്കും അതിന് പുറമെ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കഅബ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്ഥലം എന്ന ഒരിഷ്ടം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് സ്വന്തം നാടിനോടോ രാജ്യത്തോടോ സ്നേഹം തോന്നുന്നത് നല്ല ഒരു മോശം കാര്യമാണ് എന്നൊന്നും ഇത്തരം ഹദീസുകൾ ലൈഫാണ് എന്നതിൽ അർത്ഥമില്ല. നേരെ മറിച്ച് സ്വഹീഹായ ഇത്തരം ഹദീസുകൾ തന്നെ സ്വന്തം നാടിനുള്ള സ്നേഹം അതൊരാൾക്ക് ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്.